12 ദിവസങ്ങൾ കഴിഞ്ഞു. ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. ഒരു മനുഷ്യ ശരീരം, ഭൗതിക ശരീരം ചീഞ്ഞ് അളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ട സമയമൊക്കെ കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ കുറിച്ച് ലോറി ഓടിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രം ചെയ്ത, ദേശീയപാതയിലൂടെ ലോറി ഓടിച്ചുപോയി എന്നുള്ള ഒരൊറ്റ കുറ്റം മാത്രം ചെയ്ത ആ മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ത്യയുടെ പട്ടാളവും NDRF-ഉം നേവിയും ആർമിയും നാട്ടുകാരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ വിദഗ്ധന്മാരും എല്ലാം ചേർന്ന് നടത്തിയിട്ടും ഗംഗാവലി എന്ന പുഴയുടെ അതിശക്തമായ ഒഴുക്കിന്റെയും അതിന്റെ കലങ്ങിമറിഞ്ഞുള്ള ആ പോക്കിന്റെയും രൗദ്രമായിട്ടുള്ള ആ പ്രവാഹത്തിന്റെയും ഫലമായിട്ട് പശ്ചിമഘട്ടത്തിലെ ഒരു മലയുടെ അടിവാരം മുഴുവൻ തന്നിലേക്ക് ഒലിച്ചിറക്കിയ ആ മഹാശക്തിക്ക് മുമ്പിൽ മനുഷ്യൻ മസ്തകം മടക്കി കുനിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിപ്പോ നമ്മൾ കാണാൻ കഴിയുന്നത്. അതിനിടയ്ക്കാണ് റിപ്പോർട്ടർ ചാനലിലെ നമ്മൾ വി വിൽ ഓവർകം ദ റിവർ എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടത്തരങ്ങളും ഒട്ട ഇംഗ്ലീഷുകളും ഒക്കെ എഴുന്നള്ളിക്കുന്നു. ആ പ്രകൃതി എന്ന് പറയുന്ന ആ പ്രതിഭാസം, അതിന്റെ ആ അപ്രതിഹതമായ ശക്തിക്കും സംഹാര രൗദ്രഭാവത്തിനുമൊക്കെ മുമ്പിൽ മനുഷ്യൻ വെറും അടിമ മാത്രമാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വപ്രകൃതിയെ കീഴടക്കുമെന്നൊക്കെ പറയുന്നത് വെറും ഫലിതം മാത്രമായിട്ട് അവശേഷിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈ പ്രകൃതിയോട് കാണിച്ച ഓരോ ക്രൂരതയ്ക്കും, പ്രകൃതിയെ കീഴടക്കാൻ വേണ്ടി കാണിച്ച ഓരോന്നിനും ഒന്നൊന്നായി പ്രതികാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ മാത്രമല്ല, പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമല്ല, ബദരീനാഥ് പോലുള്ള ഹിമാലയൻ താഴ്വാരങ്ങളിലുമൊക്കെ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പലരും നേരത്തെ തന്നെ പറഞ്ഞാണെങ്കിൽ നമ്മളതൊന്നും വകവെക്കാതെ മനുഷ്യന്റെ കയ്യൂക്കിന്റെ ഒരു ബലം പ്രകൃതിയോട് കാണിച്ചു. ഇപ്പോഴും പല രൂപത്തിലും നടക്കുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറയുന്ന പ്രകൃതിയെ പ്രകൃതി കൊണ്ട് തന്നെ നമുക്ക് അവിടെ കീഴടക്കാൻ കഴിയുമായിരുന്നില്ലേ? ആ ഒരു ചോദ്യത്തിലേക്ക് ഇവിടുത്തെ പ്രകൃതി ശാസ്ത്രജ്ഞന്മാരോ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരോ ഈ ദുരന്ത വിദഗ്ധന്മാരോ ഒന്നും അവർക്ക് അതിന്റെ ആവശ്യമില്ല, പോയിട്ടുമില്ല. അല്ല, നമ്മൾ വളരെ കാലം മുമ്പ് ജി സുധാകരൻ ഇവിടെ നിന്നപ്പോ കേട്ട ഒരു കാര്യമാണ് ഈ ഭൂവസ്ത്രം എന്നുള്ള ഒരു സങ്കല്പം. ഭൂവസ്ത്രം, കയർ ഭൂവസ്ത്രം എന്നുള്ള സങ്കല്പം അത് മാർക്കറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജി സുധാകരൻ. തന്റെ ജില്ലയായ ആലപ്പുഴയിലും കൊല്ലം ജില്ലയിലും ഒക്കെ ആയിരക്കണക്കിന് സാധാരണക്കാരെ, തൊഴിലാളികളെ ഒക്കെ കണ്ണുനീരിലാറ്റിക്കൊണ്ട് ഒരു ഡിമാൻഡുമില്ലാതായി പോയ കയറിന് ഒരു രണ്ടാം ജന്മം ലഭിക്കുന്ന രീതിയിൽ ആ കയർ കൊണ്ടുള്ള ഭൂവസ്ത്രം മണ്ണിൽ അണിയിച്ചു കഴിഞ്ഞാൽ ആ പ്രകൃതിയുടെ ഈ ദുരന്ത താണ്ഡവത്തിനൊരു ചെറിയ ശമനം വരുമെന്നുള്ള കണ്ടുപിടുത്തം ശാസ്ത്രീയമായിട്ടുള്ളത് തന്നെയാണ്. കണ്ടുപിടിച്ചിരുന്നു. മണ്ണിടിയാതിരിക്കുക. നമ്മൾ പ്രകൃതിയോട് ദ്രോഹം ചെയ്തു കഴിഞ്ഞാലും ആ മണ്ണ് ഇങ്ങനെ പെട്ടെന്ന് ഒരൊറ്റ കുതിപ്പായിട്ട് ഒരു തുരുത്തായിട്ട് നദിയിലേക്ക് വന്നു വീഴുകയില്ല. പല അടരുകളായിട്ട് പല വഴിക്കേ വീഴുകയുള്ളൂ. അപ്പൊ ഈ ദുരന്തം ഉണ്ടാവുകയില്ല. തടയാൻ നമുക്ക് പറ്റില്ല. കാരണം പ്രകൃതിയോട് ചെയ്തതിന് പ്രകൃതി പ്രതികാരം ചോദിക്കുമ്പോൾ എവരി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഇതിന് സംഭവിക്കുന്നത്. അപ്പോൾ പ്രതികരണം ഉണ്ടാക്കും. പക്ഷെ അതിന്റെ ആ ദുരന്ത ലഘൂകരണത്തിന് സഹായിക്കുന്ന ഒന്നാണ് കയർ ഭൂവസ്ത്രം. ഉദാഹരണത്തിന് നമ്മളിപ്പോ കൊങ്കൺ റെയിൽവേ പാത വഴി പോകുമ്പോൾ, റെയിൽവേ പാത എന്ന് പറയുന്നത് ശരി തന്നെയാണ്, ആ റെയിൽവേ പാതയും ഇപ്പൊ പശ്ചിമഘട്ട മലനിരകൾ ഇപ്പൊ അവധിയുമാണ്. അവിടെ കൂടെ പോകുമ്പോ എളുപ്പമുള്ള റെയിൽവേ ആണ്. സാങ്കേതികമായിട്ട് അത് ശരിയാ, പക്ഷെ പാരിസ്ഥിതികമായിട്ട് ശരിയല്ല. അവിടെ പക്ഷേ ഈ ശ്രീധരൻ ഒരു നല്ല കാര്യം ചെയ്തു. ആ പശ്ചിമഘട്ട മലകൾക്കേറ്റ ആ ആഴത്തിലുള്ള മുറിവുകൾക്ക് ഇരുവശങ്ങളിലും കയർ കൊണ്ടല്ല, അവിടെ ലോഹനിർമ്മിതമായിട്ടുള്ള ഭൂവസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ആ മണ്ണിടിയുന്നതിന്റെ പ്രത്യാഘാതം കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും മണ്ണിടിയുന്നുണ്ട്, പല ദിവസം ട്രെയിൻ തടയപ്പെടുന്നുണ്ട്, ട്രെയിൻ യാത്ര തടസ്സപ്പെടുന്നുണ്ട്. എങ്കിൽ തന്നെയും അതിന്റെ ഒരു വലിയ ഗൗരവത്തിൽ അവിടെ സംഭവിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഭൂവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്. ആ ഭൂവസ്ത്രമല്ല, ആ ലോഹനിർമ്മിതമായിട്ടുള്ള ഒരു വസ്ത്രം അവിടെ പശ്ചിമഘട്ട മലനിരകളെ അണിയിച്ചിരിക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് നീളാനീളത്തിൽ തന്നെ കൊങ്കൺ റെയിൽപാത മുഴുവൻ അപകടം പിടിച്ച സ്ഥലങ്ങളിൽ പ്രജയിൽ ഏറിയയും മുഴുവനാകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്ന പാതയിലൂടെയുള്ള ദേശീയ പാതകൾക്ക് നമ്മുടെ രീതിയിലുള്ള പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വസ്ത്രം അണിയിച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ നോക്കുന്നതെല്ലാം ചെറിയ രീതിയിലുള്ള പരിഹാരമല്ല, ശരിക്കും അതിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ്. ആ അദ്ദേഹത്തിന്റെ ശരീരം വീണ്ടു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. ഇനി ഒരു ശരീരവും ഇങ്ങനെ ഒരു ദുരന്തത്തിനെ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ട്
ഈ മനുഷ്യയത്നമെല്ലാം വിഫലമായി പോയതുപോലുള്ള മറ്റൊരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്തുകൊണ്ട് ഈ ഭൂമിയെ കീറപ്പെട്ട വിവസ്ത്രമാക്കപ്പെട്ട ഹരിതപട കഞ്ചുകൻ നഷ്ടമായ ഈ ഭൂമിക്ക് ഒരു ഭൂവസ്ത്രം കയർ കൊണ്ട് അണിയിച്ചുകൂടാ? നമ്മുടെ ഇപ്പോൾ കണ്ണീരൊലിപ്പിക്കുന്ന ജീവിതം, ഉപജീവനമാർഗം, അതിജീവനമെല്ലാം നഷ്ടപ്പെട്ട ഈ കയർ തൊഴിലാളികൾക്ക് കുറച്ച് തൊഴിലവസരങ്ങൾ കൂടി, കുറച്ചുകൂടി മാർക്കറ്റിംഗ് ലഭിക്കുന്ന, കുറച്ചുകൂടി ആദായകരമായിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിലേക്ക് മാറാൻ കഴിയില്ലേ? ഇപ്പോ കയറിന് പകരം എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് കയറാണ്. നമ്മൾ വീട്ടിൽ അഴ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോലും പ്ലാസ്റ്റിക് കയറാണ്. അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അതിന്റെ അനുഭവങ്ങളും നമ്മളിപ്പോ കണ്ടു. പ്ലാസ്റ്റിക്കിന്റെ റീപ്ലേസ്മെന്റ് ഫലം നമ്മളിപ്പോ കണ്ടതാണല്ലോ. തിരുവനന്തപുരത്ത് തന്നെ ആമയിഴഞ്ചാൻ തോട് വഴി നമ്മളൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു. പ്ലാസ്റ്റിക്കിന്റെ രക്തസാക്ഷികൾ. കയർ അങ്ങനെ ശരിയാണ്, കയർ കൊണ്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. സ്വമേധയാ ചെയ്യുന്ന, പ്രകൃതി ചെയ്യുന്നതല്ല. സ്വമേധയാ അവരുടെ ആഗ്രഹം അനുസരിച്ച്. അതിപ്പോ പ്ലാസ്റ്റിക് കയർ കൊണ്ടും സാരി കൊണ്ടും ഒക്കെ ചെയ്യാവുന്നതാണല്ലോ, പട്ടുസാരി കൊണ്ടും. അപ്പൊ അതിൽ കാര്യമില്ല. അങ്ങനെ പലപ്പോഴും മരണത്തിന്റെ ഒരു ആരാച്ചാരായി നിൽക്കുന്ന ഈ കയർ കൊണ്ട് തന്നെ മരണത്തിന്റെ ഒരു നിവാരകനായിട്ട്, ഒരിക്കലും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള ഒരു നിവാരണ മാർഗമായിട്ട് നമ്മൾ ഈ കയറിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പ്രത്യേകിച്ചും കർണാടകത്തിനെ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ കേരളത്തിന് ഗൗരവമായിട്ട് ചിന്തിച്ചുകൂടെ ഈ അവസരത്തിൽ? അതിന്റെ ശാസ്ത്രീയത കണ്ടെത്താൻ നമുക്ക് എത്രയോ സർവകലാശാലകളിലുണ്ട് പഠിച്ചിരിക്കുന്ന, വിഷയം കിട്ടാതിരിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികളുണ്ട്. ഇപ്പോ ഈ 4 വർഷമാക്കി അക്കാദമിക് ഇയർ മാറ്റിയതോടുകൂടി ഈ രംഗത്തേക്കൊക്കെയുള്ള ഗവേഷണം വരണം. ലോക നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തുക എന്ന് പറയുമ്പോൾ ലോകത്തിലെ മറ്റു വിഷയങ്ങളിലേക്ക് പോകല്ല, കേരളത്തിന്റെ തന്നെ തനതായിട്ടുള്ള വിഷയങ്ങളിലേക്ക് ഗവേഷണം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഫലപ്രദമായിട്ടൊരു ഭൂവസ്ത്രം ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഇറങ്ങേണ്ട സമയമായിരിക്കുന്നു. അല്ലാതെ നെല്ലിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയ മണ്ടൻ വിഷയങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടും വാഴക്കുലയെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടും ആ ചാങ്ങമ്പുഴയുടെ വാഴക്കുലയെ വയലപ്പുള്ളിയുടെ വാഴക്കുലയാക്കി മാറ്റിക്കൊണ്ടും അല്ല നമ്മൾ പുതിയ കണ്ടെത്തലുകൾ നടക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ രീതിയിലുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ നമുക്ക്, നിവാരണ മാർഗങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ അല്ല നിവാരണ മാർഗങ്ങൾ തന്നെ നമുക്ക് എന്തുകൊണ്ട് ആവിഷ്കരിച്ചുകൂടെ? ആ ഒരു ചിന്തയിലേക്ക് പോകേണ്ടത് കേരളീയരല്ലേ? ഇത്രയധികം ബുദ്ധിജീവികളുള്ള കേരളത്തിൽ രാഷ്ട്രീയ ബുദ്ധിജീവികളുണ്ടല്ലോ. നമ്മുടെ അരുണിനെ പോലെ ഇതിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവി, നൊബേൽ സമ്മാനം എന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഓരോ കാര്യത്തിലും അദ്ദേഹം അജണ്ട, കേരള ഗവൺമെന്റിന് അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ തന്നെ അവിടുത്തെ ദുരന്ത നിവാരണ സേനയ്ക്കൊക്കെ അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്ന അദ്ദേഹമല്ലേ? എല്ലാ കാര്യത്തിനും പരിഹാരവും അവസാന വാക്കും. പണ്ട് ഗ്രീസിലെ അപ്പോളോ ദേവനെ പോലെ ഒരു ദേവനാണല്ലോ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മാത്രമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ മണ്ണിന്റെ മനമുള്ള ഈ കർഷകർക്ക് ഈ ഒരു കുടിൽ വ്യവസായം പോലെ കൊണ്ട് നടക്കുന്ന കയർ വ്യവസായത്തിന് കേരളത്തിന്റെ തന്നെ പേര് തന്നെ അതിന്റെ പേരിന്റെ ഉൽപ്പത്തിക്ക് അല്ലെങ്കിൽ നിഷ്പത്തിക്ക് നിദാനമായിട്ടുള്ള കേരത്തിന്റെ, തെങ്ങിന്റെ ഒരു ഉത്പന്നം കയറായിട്ട് നമ്മൾ ഇതിന്റെ ഒരു പരിഹാരമായിട്ട് എന്തുകൊണ്ട് നിർദ്ദേശിച്ചുകൂടാ? കേന്ദ്രം അത് സ്വീകാര്യമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നതാണ്. അതിന് ശക്തമായിട്ടുള്ള മലയാളം നമ്മൾ എങ്ങനെ ശ്രേഷ്ഠ ഭാഷയാക്കി മാറ്റിയോ അതുപോലുള്ള ശക്തമായിട്ടുള്ള പ്രബന്ധങ്ങളും ഗവേഷണങ്ങളും ഈ കാര്യത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. കയറിനെ വിളിക്കൂ, ദുരന്തങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് കയറിനെ വിളിക്കൂ, ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടൂ എന്നുള്ള ഒരു പുതിയ മുദ്രാവാക്യത്തിന് തന്നെയുള്ള സമയം ആയിട്ടില്ലേ? കാരണം ഇപ്പൊ 12 ദിവസം കഴിഞ്ഞിട്ട് ഒരു ക്ലൂ പോലും, ഒരു തുമ്പ് പോലും നമുക്ക് കിട്ടുന്നില്ല. ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസുകളിൽ പോലും തുമ്പ് കിട്ടാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആ വഴിക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കില്ലേ? ഇത് പറയുന്നത് ഒരു ശാസ്ത്ര ഗവേഷകനോ ശാസ്ത്ര പണ്ഡിതനോ ഒന്നുമല്ല. ആ മണ്ടത്തരമാണെങ്കിൽ മണ്ടത്തരമാണെന്ന് പറഞ്ഞോളൂ, തള്ളിക്കളഞ്ഞോളൂ. അല്ലെങ്കിൽ ഈ ശാസ്ത്ര ലോകത്തുള്ളവർ ഇതിന് മറുപടികൾ നമുക്ക് നൽകട്ടെ, നമ്മളെ ബോധ്യപ്പെടുത്തട്ടെ, അതിന്റെ സാധ്യതയില്ലായ്മ എന്തുകൊണ്ടെന്ന് പറയും.